ഹായ് കൂട്ടുകാരി, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അലീന വീണ്ടും 2 ദിവസത്തെ ലീവിനായിട്ട് പോകുന്നുണ്ട്. ഇനിയിപ്പോ പോകുന്നത് അവളുടെ സ്നേഹനികേതനത്തിലേക്കായിരിക്കും. അവിടെ പോകണം. പ്രീതം അമ്മയുടെ കല്ലറയ്ക്ക് മുമ്പിൽ പ്രാർത്ഥിക്കണം. ഈ വിവരം രേവതിക്കുട്ടിയെ വിളിച്ച് അവൾ അറിയിക്കുന്നുണ്ടാവും. രേവതിക്കുട്ടി, ഞാനിന്ന് അങ്ങോട്ട് വരുന്നില്ല കേട്ടോ. എനിക്ക് സ്നേഹനികേതത്തിൽ പോകണം. അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കണം. മമ്മി കുറച്ച് പേർക്ക് കടം കൊടുക്കാനുണ്ടായിരുന്നല്ലോ, ആ കാശൊക്കെ കൊടുക്കണം. എൻ്റെ കയ്യിൽ ഇപ്പോൾ കുറച്ച് രൂപയൊക്കെ ഉണ്ട്. അയ്യോ ചേച്ചി, ചേച്ചിയുടെ കൂടെ ഞാനും വരാം. എനിക്കും ആഗ്രഹമുണ്ടല്ലോ മമ്മിയുടെ കല്ലറിൻ്റെ മുമ്പിൽ ചെന്ന് പ്രാർത്ഥിക്കാൻ. അതിന് എന്നാൽ ഞാൻ അങ്ങോട്ട് വരാം. നീ നമുക്ക് രണ്ടുപേർക്കും അപ്പോൾ തന്നെ ഇറങ്ങണേ. അവിടെ തങ്ങാനൊന്നും പറ്റില്ല കേട്ടോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അലീന അവിടേക്ക് വരുന്നുണ്ട്. രേവതിക്കുട്ടിയും അവളും കൂടെ പിന്നെ സ്നേഹനികേതത്തിലേക്ക് പോവാണ്. അവർ രണ്ടുപേരും തനിച്ച് വിടുന്നില്ല കേട്ടോ. മാമച്ചനും ഗ്രേസാമയും അവർ രണ്ടുപേരെയും കൂടെ അവരെ കൂടെ പോകുന്നുണ്ട്. അതിനുശേഷം അവരെ കല്ലറയിൽ നിന്ന് പ്രാർത്ഥിക്കുകയൊക്കെയാണ്. അവിടെ ആ ചുറ്റുപാടൊക്കെ കാണുമ്പോൾ ഗ്രേസാമയ്ക്കും മാമച്ചനും എന്തൊക്കെയോ ഒരു ഫീലിംഗ് തോന്നുന്നുണ്ട് കേട്ടോ. മാമച്ച, കുറെ മുമ്പേ നമ്മൾ ഇവിടേക്ക് വരേണ്ടായിരുന്നു. എനിക്കെന്തോ വല്ലാതെ ആ മമ്മി പാവമാണ്. ഈ മക്കളെ നമ്മളെ കൈകളിൽ ഏൽപ്പിച്ചല്ലേ അവർ പോയത്. എന്നാലും എന്തോ ഒരു നമ്മുടെ ചുന്നിക്കുട്ടിയൊക്കെ ഇവിടെ കളിച്ചു വളർന്നതല്ലേ. പാവം കുട്ടി, ആ കുട്ടിയുടെ അച്ഛനും അമ്മയും ആരാണെന്ന് എത്രയും പെട്ടെന്ന് അലീനക്ക് കണ്ടെത്താൻ കഴിയട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം അവർ കുട്ടിയുമായിട്ട് മടങ്ങി പോവാട്ടോ. അലീന 1-2 ദിവസം കഴിഞ്ഞിട്ട് പോകുന്നുള്ളൂ. 2 ദിവസത്തെ ലീവാണല്ലോ. അങ്ങനെ പിറ്റേ ദിവസം പോവാമെന്നും അവൾ കരുതുന്നുണ്ട്. അവിടുത്തെ മേഡത്തെ കണ്ട് കന്യാസ്ത്രീയായ സിസ്റ്ററെ കണ്ടിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. മമ്മി കുറച്ച് പേർക്ക് കടം കൊടുക്കാണ്ടായിരുന്നു, അതിൻ്റെ കണക്കാ ഈ ഡയറിയിൽ എഴുതി വെച്ചത് എന്ന് പറഞ്ഞ് അത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവർക്കുള്ള പണമെല്ലാം അവരെ ഏൽപ്പിക്കാട്ടോ. മേഡം, ഇത് തന്നെ അവരെ ഏൽപ്പിക്കണം. ചിലപ്പോൾ ഞാൻ തന്നെ കുറച്ച് പേർക്കുള്ള കാശൊക്കെ ഞാൻ തന്നെ കൊടുത്തോളാം. മറ്റൊരവർ വരുമ്പോൾ ആ പണം കൊടുക്കണം. അയ്യോ മോളെ, അതൊക്കെ ഞങ്ങൾ കൊടുത്തോളാം. നീ ഇപ്പോൾ അയ്യോ എൻ്റെ കയ്യിൽ കാശുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, മമ്മി എന്നെ ഏൽപ്പിച്ചതാ. എൻ്റെ കയ്യിലുള്ളപ്പോൾ അവർക്ക് തിരികെ നൽകണമെന്ന് മമ്മി എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയാട്ടോ. അങ്ങനെ പിറ്റേ ദിവസം അലീന അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. പോവാൻ വഴി ചിന്നിക്കുട്ടി എന്ന് കാണുന്നുണ്ട്. ചിന്നിക്കുട്ടി തന്നെ കണ്ടാൽ എന്തായാലും തൻ്റെ കൂടെ വരാമെന്ന് വാശി കാണിക്കുമെന്ന് അറിയാവുന്ന തന്നെ അവൾ ചിന്നിക്കുട്ടിയെ ദൂരെ നിന്നാട്ടോ കാണുന്നത്. എന്നിട്ട് അവൾക്കുള്ള മിഠായും ചോക്ലേറ്റൊക്കെ സിസ്റ്ററെ ഏൽപ്പിച്ച് അവിടെ നിന്നും യാത്ര പറഞ്ഞിറങ്ങാണ്. ആ ഒരു സമയത്ത് റോഡ് ക്ലോസ് ചെയ്യുന്ന സമയത്താണ് പെട്ടെന്ന് ലോറി വന്ന് നേരെ പാഞ്ഞു വരുന്നത്. അലീനയെ തട്ടിത്തെറിപ്പിക്കുന്നത് കേട്ടോ. അലീന ഒരു അലർച്ചയോട് കൂടി അപ്പുറത്തെ റോഡിലേക്ക് മറിഞ്ഞു വീഴാണ്. ഇത് കണ്ടുവന്ന ആളുകളെല്ലാം ഓടിക്കൂടുന്നുണ്ട്. തലയിൽ നിന്ന് നല്ല രക്തം പോകുന്നുണ്ടാവും. അലീന ബോധം കെട്ട് കിടക്കായിരിക്കും. എല്ലാവരും ആരെങ്കിലും ഒന്ന് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണം എന്ന് പറയാൻ ഒരു ആംബുലൻസ് പാറി വരുന്നുണ്ട്. എന്നിട്ട് അലീനെ അതിൽ കയറ്റിയിട്ട് ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ആ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്കാട്ടോ അവർ കൊണ്ടുപോകുന്നത്. എത്രയും പെട്ടെന്ന് ഇവരെന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ രക്തം കൂടുതൽ പോയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഡോക്ടറൊക്കെ പരിശോധിക്കുമ്പോൾ അയ്യോ, ഈ കുട്ടിയുടെ അവസ്ഥ കുറച്ച് ക്രിട്ടിക്കലാണല്ലോ. ഇവർക്ക് ബന്ധുക്കൾ ആരുമില്ല, അറിയില്ല. റോഡ് സൈഡിൽ ഏതൊരു വാഹനം ഇടിച്ചു തെറിപ്പിച്ചതായിരുന്നു. ആരൊക്കെ ചേർന്ന് ഇവിടേക്ക് ഏൽപ്പിച്ചത്. എന്നാലും ഇതിൻ്റെ കൂടെയുള്ളവരെ അറിയിക്കാതെ എങ്ങനെ നമ്മൾ ഇത്രയും വലിയ തുക ചിലപ്പോൾ വേണ്ടി വരും ഓപ്പറേഷത്തിനൊക്കെ. അപ്പോൾ നമ്മൾ ആരോട് ചോദിക്കും? അങ്ങനെ അലീനയുടെ ബാഗിൽ നിന്ന് അവളുടെ ഐഡൻറ്റി കാർഡും ഒക്കെ കിട്ടുന്നുണ്ട്. ആധാർ കാർഡിലേക്ക് നോക്കുമ്പോൾ സ്നേഹനികേതനത്തിലെ അഡ്രസ്സ് കാണുമ്പോൾ അവർക്ക് മനസ്സിലാവാൻ ഇവളൊരു അനാഥലത്തിൽ ജനിച്ച് വളർന്നവളാണെന്ന്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ റിസ്ക് എടുക്കണോ? മാനേജ്മെൻറ്റിനോട് ചോദിച്ചിട്ട് പോരെ ഇവളുടെ കാര്യങ്ങളൊക്കെ എന്ന് പണം ആര് ചിലവാക്കും? ആ സമയത്ത് അവിടെ ഒരു ഡോക്ടർ പറയുന്നുണ്ട്, ഡോക്ടറെ ഇപ്പം നമ്മളിങ്ങനെ ആലോചിച്ച് നിൽക്കേണ്ട. പണം ചിലപ്പോൾ ആരുടെ കയ്യിൽ നിന്നെങ്കിലും വാങ്ങിക്കേണ്ടി വരും. ആരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കും? ഈ കുട്ടിക്ക് അച്ഛനോ അമ്മയോ ആരുമില്ല. അതും കരുതി ഇതൊരു ജീവനല്ലേ, ഈ ജീവൻ രക്ഷിക്കലല്ലേ നമ്മുടെ എല്ലാവരുടെയും കടമ. അങ്ങനെ ഈ കുഞ്ഞിന് എന്തെങ്കിലും ആരെങ്കിലും വന്ന് കാശ് തരാതിരുന്നാൽ അത് കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. എൻ്റെ സാലറിയിൽ നിന്ന് ഞാൻ കട്ട് ചെയ്യിപ്പിച്ചോളാം. എന്നാലും ഈ ജീവൻ ഇങ്ങനെ ഇല്ലാതാക്കാൻ എനിക്കെന്തോ മനസ്സ് വരുന്നില്ല. നമ്മൾക്ക് പഠിപ്പും വിവരം തന്ന് ദൈവം നിയോഗിച്ചത് ഇതുപോലുള്ള ജീവനുകൾ രക്ഷിക്കാനാണ് എന്ന് പറഞ്ഞ് ആ ഡോക്ടറുടെ സ്വന്തം റിസ്കിൽ പിന്നെ അലീനയുടെ ഓപ്പറേഷനൊക്കെ നടക്കുക. ആ ഒരു സമയത്ത് പെട്ടെന്ന് തന്നെ സിസ്റ്റർ വന്നിട്ട് അവരുടെ കയ്യിൽ ഒരു ഫോൺ ഉണ്ടായിരുന്നു. എന്നാലേ ലാസ്റ്റ് ആർക്കാണോ വിളിച്ചത് അതൊന്ന് നോക്കണം എന്ന് പറയുന്നുണ്ട്. വൈജയന്തി ആയിരിക്കൂട്ടോ വിളിച്ചിട്ടുണ്ടാവുക. എപ്പോഴാടി നീ വരുന്നത് എന്ന് ചോദിച്ച് അവളുടെ ഫോണിലേക്ക് വിളിച്ചത് വൈജയന്തി ആയിരിക്കും. അങ്ങനെ കുറേ സമയമായിട്ടും വരുന്ന സമയമായിട്ടും അലീനയെ കാണാതെ കലി തുള്ളി നിൽക്കുമ്പോഴാണ് അവളുടെ ഫോണിൽ നിന്ന് ഒരു കോള് വരുന്നത്. ഓഹോ, അവളാണല്ലോ, തമ്പുരാട്ടി
വിളിച്ചിട്ടാണല്ലോ വിളിക്കുന്നത്. ഇന്ന് വരുന്നില്ല മാഡം, നാളെ വരാം എന്ന് പറയാനായിരിക്കും. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് വൈജയന്തി ആ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഹലോ മേഡം എന്ന് പറഞ്ഞ് മറ്റൊരു ശബ്ദം കേൾക്കാടോ. ആരാ ഇത്? അലീനയില്ലേ? നീ എവിടെ പോയി കിടക്കായിരുന്നടി? നിനക്കെന്താ ജോലിക്ക് കയറാനുള്ള സമയമായില്ലേ? അയ്യോ മേഡം, ഞങ്ങൾ വിളിക്കുന്നത് സിറ്റി ഹോസ്പിറ്റലിൽ നിന്നാണ്. എന്ത്? അതെ, ഒരു പെൺകുട്ടിയെ ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ആക്സിഡൻ്റ് സംഭവം. അവളുടെ അവസ്ഥ അത്രയ്ക്കും മോശമാണ്, ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. നിങ്ങൾ ആരെങ്കിലും വരികയാണെങ്കിൽ പേപ്പേഴ്സിലൊക്കെ സൈൻ ചെയ്യാനായിരുന്നു എന്ന് ആ സിസ്റ്റർ പറയുമ്പോൾ, അലീനയാണോ? അതെ, ആ കുട്ടിയുടെ പേര് അലീന എന്നാണ് ഐഡൻറ്റി കാർഡിൽ കണ്ടത്. എൻ്റെ നമ്പർ നിങ്ങൾക്ക് എങ്ങനെ കിട്ടി? അയ്യോ, ഈ ഫോണിൽ നിങ്ങളുടെ നമ്പർ ഉണ്ടായിരുന്നു മേഡം, അങ്ങനെ വിളിച്ചത്. ഈ കുട്ടി നിങ്ങൾക്ക് അറിയില്ലേ? ആ സമയത്ത് വൈജയന്തി ഒന്നും പറയാതെ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. വീണ്ടും ഹലോ ഹലോ എന്ന് ചോദിക്കുന്നുണ്ട്. വൈജയന്തി ആണെങ്കിലും ഫോൺ പെട്ടെന്ന് സ്വിച്ച് ഓഫ് ആക്കി വെക്കുക കേട്ടോ. അവൾക്ക് ആക്സിഡൻ്റ് ആയെന്ന്. അവൾ ജീവന് വേണ്ടി മല്ലടിച്ച് കിടക്കുക. അവളെ ഹോസ്പിറ്റലാക്കിയിരിക്കുന്നത് നാട്ടുകാരായിരിക്കും. ഒരുപാട് പണം ചിലവാകും. എന്തിനാ ഞാൻ അവളെ രക്ഷിക്കുന്നത്? അതിനൊന്നും ആവശ്യമില്ല. എന്നാലും വൈജയന്തിയുടെ മനസ്സിൽ വല്ലാത്തൊരു അസ്വസ്ഥത ആണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ബാലചന്ദ്രൻ നമ്പറിലേക്ക് വിളിക്കുന്നുണ്ട്. ഹലോ, ബാലചന്ദ്രൻ എവിടെയാ? എന്താ? ഞാനിവിടെ നമ്മുടെ ജ്വല്ലറിലാണ്. അല്ല, വീട്ടിലേക്കൊന്ന് വരോ? എനിക്ക് പോകണം. അവൾ വന്നില്ലെന്നോ? അതിപ്പോൾ നീ ഇന്ന് ലീവ് എടുക്ക്. എനിക്ക് ലീവ് എടുക്കാൻ പറ്റില്ല. അമ്മയുടെ അടുത്ത് ആരുമില്ലെന്ന് ബാലചന്ദ്രൻ അറിയാലോ. എന്തായാലും നീ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യ്. എനിക്ക് ഇവിടുന്ന് വരാൻ പറ്റില്ല. നീ ലീവ് എടുത്ത് അമ്മയെ ഒരു ദിവസം നോക്കിയെന്ന് കരുതിയിട്ട് കാക്ക മലർന്ന് പറക്കൊന്നുമില്ല. ബാങ്കിലെ ജോലി അവിടെ കിടക്കാനും പോകുന്നില്ല. അലീന, ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ? അയ്യോ വേണ്ട, ഞാൻ വിളിച്ചായിരുന്നു. അവൾ കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്നാ പറഞ്ഞത്. എന്താ വൈജയ, ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞപ്പോൾ നിനക്കൊരു എതിർപ്പ്. നീ വിളിച്ചല്ലോ, അത് മതി. ബാലചന്ദ്രൻ വിളിച്ചാലേ ഇനിയിപ്പോൾ ആ ഹോസ്പിറ്റൽക്കാരൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ബാലചന്ദ്രൻ അറിയണ്ട എന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് അങ്ങനെ പറയുന്നുട്ടോ. അങ്ങനെ ആ ഹോസ്പിറ്റലിൽ നിന്നാണെങ്കിലോ അവർ ചോദിക്കുന്നുണ്ട്, ആ കുട്ടിയുടെ അറിയുന്ന ആരെങ്കിലും ഫോൺ എടുത്തോ? അതെ, ഒരു മേഡം ഫോൺ എടുക്കായിരുന്നു. ആ വീട്ടിലെ ജോലിക്കാരിയായെന്ന് തോന്നുന്നു ഈ കുട്ടി. പക്ഷേ അവരൊന്നും പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ഫോൺ അവർ കട്ട് ചെയ്ത് ഇപ്പോൾ ഓഫാണ് ആ ഫോണെന്ന് പറയണം. അയ്യോ, അതിൽ മറ്റാരുടെ നമ്പർ ഉണ്ടെന്ന് നോക്കണം. അങ്ങനെ രേവതിക്കുട്ടി എന്ന് പറഞ്ഞ് സേവ് ചെയ്ത നമ്പറിലേക്ക് വിളിക്കുന്നുണ്ട് കേട്ടോ. രേവതിക്കുട്ടിയാണെങ്കിലോ അലീന ചേച്ചിയുടെ കോള് കണ്ടതും ചാടിയെടുക്കുക. ചേച്ചി എത്ര പെട്ടെന്ന് അവിടെ എത്തിയോ? അല്ല ചേച്ചി ചിന്നുമോളെ കാണാൻ പോയിട്ട് എന്തായി? അവൾ കരഞ്ഞോ? ചേച്ചിയോടെ പിണക്കാണോ അവൾക്ക് എന്നൊക്കെ ഇങ്ങോട്ട് ചോദിക്കുന്ന കേൾക്കുമ്പോൾ സിസ്റ്റർ പറയും, അയ്യോ മോളെ, ഇത് നീ കരുതുന്ന ആളല്ല. പിന്നെ ആരാ? ഇതെൻ്റെ ചേച്ചിയുടെ ഫോണാണല്ലോ. അതെ, ചേച്ചിയുടെ ഫോൺ തന്നെ. പക്ഷേ ചേച്ചി ഇപ്പോൾ ഒരു അസുഖം കാരണം ഇവിടെ ഹോസ്പിറ്റലാണ്. അസുഖമോ? ഇന്ന് രാവിലെയല്ലേ ഞാൻ കണ്ടത്. അപ്പോൾ ചേച്ചിക്ക് യാതൊരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. അത് പിന്നെ ഒരു ചെറിയ ആക്സിഡൻറ്റ്. ചേച്ചിയുടെ ഹോസ്പിറ്റലാണ്. പരിചയക്കാരെങ്കിലും ഉണ്ടോ എന്നറിയാനാ ഈ ഫോണിൽ നിന്ന് മോളെ വിളിച്ചത്. അല്ല, ഇത് ആരാണ് മോളുടെ? അത് എൻ്റെ ചേച്ചിയാ. എൻ്റെ ചേച്ചിക്ക് എന്താ പറ്റിയത്? അപ്പോഴേക്കും രേവതിക്കുട്ടി കരയാൻ തുടങ്ങിയിരുന്നു. അയ്യോ, കുട്ടിയുടെ ചേച്ചിക്ക് ഒന്നും സംഭവിച്ചില്ല. ഇപ്പോൾ ഇവിടെ ഹോസ്പിറ്റലാണ്, സിറ്റി ഹോസ്പിറ്റലാണ്. മോൾക്കൊന്ന് വരാൻ പറ്റുമോ? അവർക്ക് അറിയുന്ന ആരെങ്കിലും വേണം. പേപ്പേഴ്സിലൊക്കെ സൈൻ ചെയ്യണം. അയ്യോ, എൻ്റെ ചേച്ചിക്ക് എന്താ പറ്റിയത്? ഒന്നുമില്ലെന്ന് പറഞ്ഞല്ലോ. കുട്ടിയുടെ അടുത്ത് വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ മുതിർന്നവരാരെങ്കിലും അവർക്ക് ഫോൺ കൊടുക്കുമോ? അങ്ങനെ മാമച്ചനോട് ഈ സിസ്റ്റർ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അലീന ആക്സിഡൻ്റ് ആയിട്ട് ഹോസ്പിറ്റലാണെന്നും അവൾ കുറച്ച് സീരിയസ് ആണെന്നും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്താൻ നിങ്ങൾ അവരെ സഹായിക്കണമെന്നും ഒരു അനാഥ പെൺകുട്ടിയല്ലേ, നിങ്ങൾക്ക് അതിന് പുണ്യം കിട്ടുമെന്നൊക്കെ ആ സിസ്റ്റർ പറയുമ്പോൾ ഒന്നും ഓർക്കുന്നില്ലട്ടോ. മാമച്ചനും ഗ്രേസാമയും രേവതിക്കുട്ടിയെ കൂട്ടിയിട്ട് അങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ അവിടെ എത്തിയതും അവർക്ക് മനസ്സിലാവാണ് അലീന മരണത്തോട് മല്ലടിച്ച് കിടക്കുകയാണെന്ന്. അലീനയുടെ അവസ്ഥ അത്രയ്ക്ക് മോശമാണെന്ന് കാര്യം അവർക്ക് മനസ്സിലാണ്ട്. മോളെ, നീ അവളുടെ ആ മനുച്ചേട്ടനെ വിളിച്ച് കാര്യം പറ. ആരോടെങ്കിലൊക്കെ പറയണ്ടേ? അവളെ നമ്മളിങ്ങനെ ഇതാരെങ്കിലും അറിയിക്കണം. അതെ, മനുച്ചേട്ടൻ്റെ നമ്പർ എൻ്റെ ഫോണിലുണ്ടാവും. ചേച്ചി അന്ന് സേവ് ചെയ്ത് വെച്ചിരുന്നു. അങ്ങനെ ആ നമ്പർ എടുത്ത് മനുവിനെ വിളിക്കുന്നുണ്ട്. ഹലോ, ആരാ? ഇത് അറിയാത്തൊരു നമ്പറാണല്ലോ, ആരാ ഇത് എന്ന് ചോദിക്കുമ്പോൾ, മനുച്ചേട്ടാ, ഞാനാ രേവതിക്കുട്ടി. ആഹാ, നല്ലാണല്ലോ, ഒരുപാടായാലും രേവതിക്കുട്ടി വിളിച്ചത്. അയ്യോ മനുച്ചേട്ടാ. വീണ്ടും മനുച്ചേട്ടാ എന്ന വിളി കേൾക്കുമ്പോൾ മനു ചോദിക്കും, എന്താ രേവതിക്കുട്ടി, എന്താ ഒരു ടെൻഷനുള്ള പോലെ? അത് പിന്നെ ചേച്ചി ചേച്ചി ഇപ്പോഴും തിരിച്ചു പോന്നില്ലേ? അല്ല, ചേച്ചിക്ക് ഒരു ആക്സിഡൻറ്റോ? അതെ, ചേച്ചി ഇവിടെ ഹോസ്പിറ്റലുണ്ട്. അങ്ങനെ അവിടുത്തെ ഹോസ്പിറ്റലിൻ്റെ പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മനു, ഇതാ ഞാൻ വരുന്നെന്ന് പറയാണ്. അപ്പോഴേക്കും ഡോക്ടേഴ്സ് വന്ന് പറയുന്നുണ്ട്, ഈ പേപ്പറിലെല്ലാം നിങ്ങളൊന്ന് ഒപ്പിടണം. പിന്നെ കുറച്ച് എമൗണ്ട് നിങ്ങൾ അവിടെ ഹോസ്പിറ്റലിൽ അടക്കുകയും വേണം. എന്നാൽ പെട്ടെന്ന് ഓപ്പറേഷൻ നടത്താം. അല്ലെങ്കിൽ ഓരോ നിമിഷം വൈകും തോറും ആ കുട്ടിയുടെ അപകടം ഇങ്ങനെ കൂടിക്കൊണ്ട് വരികയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു നിമിഷം നമുക്ക് പാഴാക്കാനില്ല. പെട്ടെന്ന് തന്നെ നിങ്ങൾ പണം അടക്കണം എന്ന് പറയുന്നുണ്ട്. മാമച്ചൻ ഗ്രീസാമിയെ നോക്കിയിട്ട് പണം അടക്കാനായിട്ട് കൗണ്ടറിലേക്ക് പോവുകയാണ്. അപ്പോഴേക്കും ഓടിക്കിതച്ച് മനു അങ്ങോട്ട് വരുന്നുണ്ട്. എന്താ അങ്കിളെ, എന്താ പറ്റിയത്? അതെ, അലീനയ്ക്ക് ഒരു
ആക്സിഡന്റ് ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് അവള് എന്ന് പറഞ്ഞ് കണ്ണ് തുടക്കുന്നുണ്ട്. രേവതിക്കുട്ടിയും കണ്ണീരോട് കൂടെ നിൽക്കാണ്. അപ്പോഴേക്കും മനു അങ്ങോട്ട് വരുന്നുണ്ട്. എന്നാൽ ബാങ്കിലിരിക്കുന്ന വൈജന്തിക്ക് മനസ്സ് വല്ലാതെ അസ്വസ്ഥതയാട്ടോ. ഉച്ചയ്ക്ക് ലീവ് എടുത്ത് വീട്ടിലേക്ക് വരുന്നുണ്ട്. അവളെ കണ്ടതും മുത്തശ്ശി ചോദിക്കും, അല്ല വൈജെ, നീ എന്താ ബാങ്കിൽ തിരികെ പോകുന്നു? അറിയില്ലമ്മേ, എന്തോ ഒരു അസ്വസ്ഥത. അങ്ങനെ വീണ്ടും അലിയുടെ നമ്പറിലേക്ക് വിളിക്കുന്നുണ്ടെങ്കിലും രേവതിക്കുട്ടി കേട്ടോ ഫോൺ എടുക്കുന്നത്. രേവതിക്കുട്ടി ഫോൺ എടുത്ത് ഹലോ എന്താ എന്ന് ചോദിക്കാണ്. അല്ല, നീ ആരാ? രേവതിക്കുട്ടിയാണ്. അതെ. നീ എങ്ങനെ ഇവളുടെ ഫോണ്? അതെ, മേഡത്തിനെ രാവിലെ വിളിച്ച് ഈ ഹോസ്പിറ്റലിലുള്ളവർ പറഞ്ഞല്ലോ അലീന ചേച്ചിക്ക് ഒരു ആക്സിഡന്റ് സംഭവിച്ചെന്ന്. എന്നിട്ട് നിങ്ങൾ എന്തൊരു സ്ത്രീയാണ്, നിങ്ങൾക്ക് തീരെ മനസാക്ഷിയില്ലല്ലോ, ഒന്ന് വന്നു നോക്കാൻ പോലും തോന്നിയില്ലല്ലോ. നിങ്ങളുടെ മോളായിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യോ എന്ന് ചോദിച്ച് രേവതി പൊട്ടിത്തെറിക്കുന്നുണ്ട്. ഡി, നീ ഇങ്ങനെ ചൂടാവാൻ മാത്രം ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലായിരുന്നു. നിങ്ങൾ അറിഞ്ഞില്ലെന്നോ? അറിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ മനസ്സ് അത്രയും അസ്വസ്ഥ ആയതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ ഇങ്ങോട്ട് തിരികെ വിളിച്ചത്. തൽക്കാലം എൻ്റെ ചേച്ചി രക്ഷപ്പെട്ടു. നിങ്ങൾ ഇനി നിങ്ങളുടെ വീട്ടിലേക്ക് അവൾ ജോലിക്ക് വരുന്നില്ല. അങ്ങനെ എൻ്റെ ചേച്ചി ഞാൻ വിട്ടു തരുന്നില്ലെന്ന് പറയാണ്. അങ്ങനെ പിറ്റേ ദിവസം അലീനക്ക് ബോധം തെളിയാട്ടോ. അലീന താൻ എവിടെയാണ് ചോദിക്കുന്നുണ്ട്. രേവതിക്കുട്ടി അപ്പോഴേക്കും അവൾക്ക് അരികിലേക്ക് വരുന്നുണ്ട്. ഡോക്ടർ വന്ന് പറയും, ഒന്നും പേടിക്കാനില്ല, അലീനയ്ക്ക് ബോധം തെളിഞ്ഞു. അങ്ങനെ രേവതിക്കുട്ടിയും മനുശങ്കറും കൂടെ ആ ഒരു ഐസിയുടെ ഉള്ളിലേക്ക് ചെല്ല. രേവതിക്കുട്ടിയാണെങ്കിലോ ആ ഒരു സമയത്ത് ചേച്ചിയെ കണ്ട് കരയുന്നുണ്ട്. കണ്ണുകളടിച്ച് കിടക്കുന്ന അലീനയെ നോക്കിയിട്ട് സങ്കടത്തോടെ രേവതിക്കുട്ടിയും മനുശങ്കറും നോക്കി നിൽക്കുന്നുണ്ട്. മനു അവൾക്കരികിലേക്ക് വരുന്നുണ്ട്. അലീന എന്ന് മെല്ലെ വിളിക്കുമ്പോൾ അവൾ കണ്ണ് തുറക്കുക. മനുവേട്ടാ, ഞാൻ ഇതെവിടെയാ? ഒന്നുമില്ല, തനിക്ക് ചെറിയൊരു ആക്സിഡന്റ് സംഭവിച്ചു. താൻ നോക്കി നടക്കേണ്ടേ? വണ്ടി ആക്സിഡന്റ് ആയതെന്നാ പറഞ്ഞത്. നിനക്ക് എന്നെ ഒന്ന് വിളിച്ചുകൂടായിരുന്നു? ഞാൻ നിന്നെ കൊണ്ടുവരുമായിരുന്നല്ലോ. മനുവേട്ട, എനിക്കൊന്നും ഓർമ്മയില്ല. ഒരു ലോറി എൻ്റെ നേരെ പാഞ്ഞു വന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഇതേ ഞാൻ ഇവിടെ കിടക്കുന്നു. തൽക്കാലം കൂടുതലൊന്നും സംസാരിക്കേണ്ട, നിങ്ങൾ പുറത്തേക്ക് ഇരുന്നോളൂ. കുറച്ച് നമുക്ക് നാളൊക്കെ ആയിട്ട് റൂമിലേക്ക് മാറ്റാമെന്ന് അവിടുത്തെ സിസ്റ്റർ വന്ന് പറയാം. അങ്ങനെ ബാലചന്ദ്രനെയും വിളിച്ച് വിവരം പറഞ്ഞിട്ടുണ്ടാവും മനുശങ്കർ. ബാലചന്ദ്രന് ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട്. എന്നാൽ ഇത് വല്ലാത്തൊരവസ്ഥയായി പോയില്ല മനു. അതെ, ആൻറ്റിയെ വിളിച്ച് ആദ്യം ഹോസ്പിറ്റൽക്കാർ പറഞ്ഞിരുന്നു ആൻറ്റിയ എല്ലാം നമ്മളിൽ നിന്ന് മറച്ചു വെച്ചത്. പക്ഷേ അവൾക്ക് എങ്ങനെ ഇങ്ങനെ ക്രൂരയാവാൻ കഴിയുന്നത്? അവളുടെ മകളുടെ പ്രായമല്ലേ ഉള്ളൂ. അലീന വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കി നടക്കുകയും ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാലും വൈജയന്തി ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും മനസ്സിൽ ഒരു സങ്കടം ഉണ്ട് കേട്ടോ. അലീനയോട് താൻ ചെയ്ത നീതിക്കേട് ഓർത്തിട്ട് ഒരു സങ്കടം തോന്നുക. അലീനയെ കാണാനായിട്ട് അവൾ വരുന്നുണ്ട്. എന്നിട്ട് മനസ്സ് എന്താ നിനക്ക് സുഖമായോ എന്നൊക്കെ ഗൗരവത്തിൽ തന്നെ ചോദിക്കുന്നത്. നിനക്കിതാ കുറച്ച് ഫ്രൂട്ട്സാ, നല്ല ഭക്ഷണം കഴിക്കണം, റെസ്റ്റ് എടുക്കണം. നിനക്ക് വേണമെങ്കിൽ അങ്ങോട്ട് കടപ്പാടൂർക്ക് തന്നെ വരാം. നിന്നെയും അമ്മയെ നോക്കാൻ മറ്റൊരു ജോലിക്കാരിയെ വെച്ചിട്ടുണ്ട്. നിനക്ക് സുഖമാവുന്നവരെ ഒക്കെ അതുപോലെ നടക്കട്ടെ. നീ അവിടെ നിൽക്കുമ്പോഴല്ലേ നിനക്ക് ഇങ്ങനെയൊക്കെ അസുഖം വന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഫുള്ള് ഉത്തരവാദിത്വം ഉണ്ടല്ലോ. അതുകൊണ്ട് നീ പേടിക്കേണ്ട. അവിടെ നിന്നെയും അമ്മയെ നോക്കാൻ ഒരാളെ വെക്കാമെന്ന് ബാലചന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്. ഇത് കേട്ട അലീന നന്ദിയോടുകൂടി വൈജയന്തിയോട് പറഞ്ഞു, ഇല്ല മേഡം, ഞാൻ ഒന്നല്ലെങ്കിൽ സ്നേഹനികേതത്തിലേക്ക് തന്നെ പോവാണ്. അവിടെ ആ സ്ഥാപനമില്ലെങ്കിലും അവിടെ എന്നെ സ്നേഹിക്കുന്ന കുറച്ച് സിസ്റ്റർമാരുണ്ട്. അതൊന്നും വേണ്ട, ചേച്ചിയെ ഞാൻ വിടത്തില്ല. ചേച്ചിയെ ഞാൻ നോക്കിക്കോളാം. എൻ്റെ കൂടെ വന്നാൽ മതി. ഗ്രേസാമി മാമജനങ്ങളും സമ്മതിക്കും. അവർക്ക് വേണ്ടിയെങ്കിലും എൻ്റെ കൂടെ വന്നാൽ മതി. എൻ്റെ ചേച്ചിയെ നോക്കാൻ എന്നെക്കൊണ്ട് പറ്റും എന്ന് രേവതിക്കുട്ടി പറയണം കേട്ടോ. അങ്ങനെ രേവതിക്കുട്ടിയുടെ കൂടെയാണ് പിന്നെ അലീന പോകുന്നത്. എന്നാലും വൈജയന്തിക്ക് അലീന പോയി കഴിയുമ്പോഴാട്ടോ അവളെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. ഇതെൻ്റെ രക്തമാണെന്ന് മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ ഒടുവിൽ വൈജയന്തി. അങ്ങനെ തനിക്ക് എന്താണ് ഇങ്ങനെ ഇത്രയും കാലം ഒരു വേലക്കാരികളോടും തോന്നാത്ത ഒരിഷ്ടം അവളോട് തോന്നുന്നത്? തൻ്റെ മകളുടെ പ്രായമല്ലേ ഉള്ളൂ. അവളെ കാണുമ്പോൾ തനിക്ക് തൻ്റെ ആരൊക്കെയാണെന്നൊക്കെ തോന്നാറുണ്ട്. പക്ഷേ അവളോട് എന്തോ ഒരു ദേഷ്യവും പകയൊക്കെ തനിക്ക് എങ്ങനെ തോന്നുന്നു എന്നൊക്കെ ചിന്തിച്ച് വൈജയന്തി തല പുകയ്ക്കാണ്.